കനത്ത തോൽവിക്ക് പിന്നാലെ സിപിഐയിലും നേതൃമാറ്റ ആവശ്യം ശക്തമാവുകയാണ്. ബിനോയ് വിശ്വം പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറണമെന്ന ആവശ്യവുമായി അണികൾ. സ്ഥാനാർത്ഥി നിർണയത്തിലെ നേതൃത്വത്തിന്റെ പിടിവാശി പരാജയത്തിന് കാരണമായെന്നാണ് വിമർശനം. പരാജയം പരിശോധിക്കാൻ എക്സിക്യൂട്ടീവ് സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ നാളെ ചേരും. ശ്രീത് വിവരങ്ങൾ ചെയ്യുന്നു. ശ്രീത്ത്, CPM ഏത് രീതിയിൽ കമ്പോട് കമ്പ് ഇഞ്ചോടിഞ്ച് അതിന്റെ വീഴ്ചയുടെ ആഘാതം താഴ്ച പരിശോധിക്കുമോ അതേപോലെ തന്നെ CPI പരിശോധിക്കേണ്ടതുണ്ട്. ഏതാണ്ട് സമാന സാഹചര്യം CPIക്കുമുണ്ട്. GRNൽ പോലും മന്ത്രിമാരുടെ കാര്യം മാറ്റി നിർത്തിയാൽ ഏത് രീതിയിൽ പരിശോധന അതിലുണ്ടാകും? നേതൃമാറ്റമെന്ന ആവശ്യം പരസ്യമായി പാർട്ടിക്കുള്ളിൽ ഉയരാനിടയുണ്ടോ? ശ്രീത്, ഹാഷ്മി, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഫലത്തിന്റെ പ്രാഥമിക അവലോകനത്തിനായി നാളെ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന എക്സിക്യൂട്ടീവും തിരുവനന്തപുരത്ത് ചേരുകയാണ്. പരാജയത്തിന് കാരണമായ വിഷയങ്ങൾ ഈ യോഗത്തിൽ ഉന്നയിക്കപ്പെടും. എന്നാൽ CPI മത്സരിച്ച 25 സീറ്റുകളിൽ 8 സീറ്റുകളിൽ മാത്രമാണ് CPIക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. പാർട്ടി സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. ഇതിനു മുമ്പ് 2001 മാത്രമാണ് ഇതിൽ കുറഞ്ഞൊരു പരാജയത്തിലേക്ക് CPI കൂപ്പുകുത്തിയത്. 2001 കേവലം 7 സീറ്റുകൾ മാത്രമായിരുന്നു അന്ന് CPIക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ അന്ന് LDFിനാകെ 40 സീറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 30 സീറ്റ് ഉള്ളപ്പോഴാണ് തങ്ങൾക്ക് 8 സീറ്റ് ലഭിച്ചത് എന്നൊരു അവകാശവാദം CPI നേതാക്കൾ ഉന്നയിക്കാൻ ഇടയുണ്ട്. എങ്കിൽ പോലും ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ തിരിച്ചടികളൊന്നാണ് CPI നേരിടുന്നത്. അതുകൊണ്ട് തന്നെ CPIക്കകത്ത് നേതൃമാറ്റം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. നേതൃത്വത്തിന്റെ പിടിപ്പുകേട്, പരാജയം, വീഴ്ചകൾ ഇതാണ് തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും ഉദാഹരണം, കഴിഞ്ഞ 30 കൊല്ലമായി CPI നിരന്തരം ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് കോഴിക്കോട് ജില്ലയുടെ വടക്കേറ്റമായ നാദാപുരം. ഇവിടെ 2 മണ്ഡലം കമ്മിറ്റികൾ നിർദ്ദേശിച്ച പേരുകളിൽ ഒന്നാമൻ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ചന്ദ്രന്റെ പേരായിരുന്നു. എന്നാൽ CN ചന്ദ്രന്റെ പേര് വെട്ടുമാറ്റിയിട്ട് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരിയുടെ ഭാര്യ P വസന്തത്തിനെ, അവർ ദേശീയ കൗൺസിൽ അംഗം കൂടിയാണ്, അവരെ മത്സരിപ്പിക്കണമെന്ന് നേതൃത്വം വാശി പിടിക്കുകയായിരുന്നു. അങ്ങനെയാണ് P വസന്തത്തെ അവിടെ സ്ഥാനാർത്ഥിയായത്. CN ചന്ദ്രൻ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ P ഗവാസിന്റെ പേരും അവിടെ പരിഗണിക്കുന്നു. ഇതൊന്നും നോക്കാതെ വസന്തത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതാണ് പരാജയത്തിനുള്ള പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് അടൂരടക്കമുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ചിഞ്ചുറാണിയുടെ പരാജയം നേരത്തെ തന്നെ പാർട്ടിക്ക് മുന്നിൽ വന്നതാണ്. കാരണം അവിടെ കടക്കലടക്കമുള്ള മേഖലകളിൽ CPIയിലെ വലിയൊരു വിഭാഗം പാർട്ടി വിട്ടു പോയിരുന്നു. എന്നാൽ അവരുടെയൊക്കെ പിന്തുണ ചിഞ്ചുറാണിക്ക് ലഭിക്കുമെന്ന ഒരു അമിത ആത്മവിശ്വാസത്തിലാണ് ചിഞ്ചുറാണിയെ തന്നെ അവിടെ മത്സരിപ്പിച്ചത്. ചിഞ്ചുറാണിയെ ചാത്തന്നൂരിലേക്ക് മാറ്റുകയും മറ്റൊരു സ്ഥാനാർത്ഥിയെ അവിടേക്ക് ചടയമംഗലത്തെ കൊണ്ടുവരണമെന്നൊക്കെയുള്ള ആവശ്യം CPIയുടെ സെക്രട്ടേറിയറ്റിലും എക്സിക്യൂട്ടീവിലൊക്കെ ഉയർന്നെങ്കിലും അതൊന്നും കണക്കിലെടുത്തില്ല. എന്നാൽ ഇതിനപ്പുറത്തേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിണറായി വിജയനോടുള്ള എതിർപ്പാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ലോക്സഭയിലെ തോൽവിക്ക് കാരണമെന്ന് CPIയുടെ സംസ്ഥാന നേതൃത്വങ്ങളിൽ പലവരും ഉയർന്നു. ഇത് അടിയന്തര ഘട്ടത്തിൽ CPIഎമ്മിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ബിനോയ് വിശ്വം ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ദൗത്യം നിർവഹിക്കാൻ ബിനോയ് വിശ്വം തയ്യാറാകാത്തതാണ് തോൽവിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം CPIയുടെ നേതൃയോഗങ്ങളിൽ ശക്തമായി ഉയരും. നാളെ നടക്കുന്ന സെക്രട്ടേറിയറ്റിലും എക്സിക്യൂട്ടീവിലും ഇത് ശക്തമായി തന്നെ ഉയരാനാണ് സാധ്യത. ബിനോയിയെ മാറ്റണമെന്നുള്ള മുറവിളി പാർട്ടിയുടെ താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെ അലയടിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.